ഹലോ ഗായ്സ്, അങ്ങനെ രാവിലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ചോറും പാത്രവും വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയായി, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ വേഗം ഒരു സഞ്ചിയൊക്കെ എടുത്ത് കണ്ട സഞ്ചി എടുത്ത് അതിനകത്തേക്കോട്ട് സാധനമൊക്കെ വെച്ച് എൻ്റെ ബാഗിലേക്ക് അതൊക്കെ ഇങ്ങോട്ട് നിറച്ചിട്ട് നമുക്കിനി അങ്ങോട്ട് പോകണം. നേരെ അംഗൻവാടി പോയി ഇച്ചുവിനെ അവിടെ കൊണ്ടാക്കി പിന്നെ ബസ്സും പിടിച്ചു നേരെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. എപ്പോഴും ഈ കണ്ണാടിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത പോലെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വർക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റി ടാർട്ടിഷ് ബാംഗിൾസിൻ്റെ അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ സാധനങ്ങൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടി. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഉച്ചയായപ്പോൾ നല്ലൊരു ചോറൊക്കെ അങ്ങോട്ട് തിന്ന് ഞാൻ താഴത്തെ പിടിയെ പോയിട്ട് ഇച്ചുവിനൊരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അംഗൻവാടിയിലുള്ള എല്ലാ പിള്ളേരും വാച്ച് ഇടുന്നിട്ട് എൻ്റെ ഇച്ചുമോനും വാച്ചിന് കുറച്ച് ദിവസമായി പറയുന്നു. അങ്ങനെ നമുക്കിത് കൊണ്ട് കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ചെറിയ പൈസേരിയാണ്, കാരണം അവന് സമയമൊന്നും നോക്കാനറിയില്ലല്ലോ, വെറുതെ ഒരു ഷോക്കല്ലേ, അത് മതി. അങ്ങനെ ഞാൻ ഇച്ചുവിന് കൊണ്ട് കൊടുത്തപ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷമായി. ഇത് ലൈറ്റ് കത്തുമെന്നാണ് എന്നോട് ചോദിച്ചത്. ലൈറ്റ് കത്താത്ത ലോക്കൽ വാച്ചാണ്. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അച്ഛനോട് പറഞ്ഞിട്ടൊക്കെ ലൈറ്റ് കത്തുന്ന വാച്ച് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അച്ഛൻ്റെ തലയിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് എൻ്റെ ഇച്ചുവിന് വാച്ചൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ കുറച്ച് സമയത്തേക്ക് അത് വിട്ട് നടത്തായിരുന്നു. പിന്നെ ഇത്താത്തയുടെ അടുത്ത് കുറച്ച് കടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിന്ന് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി.